എവരിവൺ വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. മിസ് ആണ് മക്കളെ. നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ മോസ്റ്റോണറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പോസിബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി റൈറ്റിംഗ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറി എഴുതുക. ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഇമാജിൻ യുവർ മെറ്റീരിയൽ. നിങ്ങൾ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ മോസ്റ്റോണറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുഞ്ഞിനെല്ലിയുടെ കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. ചോദിച്ച ക്വസ്റ്റൻ എന്താ? റൈറ്റ് എ ഡയറി എൻട്രി ഓൺ ദ ഡേ യു വാന്റ് ടു സ്പേസ്. നിങ്ങളാണ് ആ കുഞ്ഞിനെല്ലെങ്കിൽ, നമ്മുടെ മോസ്റ്റോണറ്റ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പേസിൽ പോയ ആ ദിവസത്തെ ഡയറിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട് അല്ലെ, കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഫീലിങ്സ് അല്ലെങ്കിൽ ജേണിയെ പറ്റിയിട്ട് വിവരിച്ച് പറയാം. എങ്ങനെയാണ് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ മോസ്റ്റോണറ്റിനെ ആ ജേണി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്, എന്താണ് കണ്ടത്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വിവരിച്ച് എഴുതുമ്പോൾ ഒരു ഡയറി ആയി അല്ലേ. അപ്പൊ ഡയറിയുടെ ഹിൻസും താ ഇവിടെ തന്നിട്ടുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? നമുക്കറിയാം ഡയറി റൈറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡയറി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിന് ഡേറ്റ് വേണം അല്ലെ. ഡേറ്റും ഡേയും വേണം. ഏത് ദിവസത്തെ ഡയറിയാണ് നമ്മൾ എഴുതുന്നത്? ഓക്കെ, യെസ്, ഡേയും ഡേറ്റും ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇനി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് വേണം അല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് വാസ് ആൻ അൺഫർഗറ്റബിൾ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ടുഡേ വാസ് ദ ബിഗ്ഗസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം എന്താ? ഐ വെന്റ് ടു സ്പേസ്. ഞാൻ സ്പേസിലേക്ക് പോയി അല്ലെ. ഐ ഫെൽറ്റ് എ ലിറ്റിൽ നെർവസ് അറ്റ് ഫസ്റ്റ്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് പേടി തോന്നി അല്ലെ. ഐ ഫെൽറ്റ് എ ലിറ്റിൽ നെർവസ് ബട്ട് ഓൾസോ വെരി എക്സൈറ്റഡ്. പക്ഷേ ഞാൻ കുറച്ച് എക്സൈറ്റഡുമായിരുന്നു. ഐ വാസ് ദ സ്മോളസ്റ്റ് മൗസ് ഓൺ ദ സ്പേസ് ഷിപ്പ്. ആ സ്പേസ് ഷിപ്പിലെ ഏറ്റവും ചെറിയ എലി, ഏറ്റവും കുഞ്ഞൻ എലി ഞാനായിരുന്നു അല്ലെ. ബട്ട് ഐ വാസ് ചോസൺ ബിക്കോസ് ഐ ട്രെയിൻ ഹാർഡ് എവറി ഡേ. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിൻ ചെയ്തത് കൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. സ്പേസ് ഷിപ്പ് ബ്ലാസ്റ്റഡ് ഓഫ് വിത്ത് എ ലൗഡ് റോർ. ഇനി ഇതാ യാത്രയെ പറ്റിയിട്ട് പറയുകയാണ് അല്ലേ. ഒരു വലിയ റോറോട് കൂടി, റോറിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഗർജനത്തോട് കൂടിയിട്ടാണ് സ്പേസ് ഷിപ്പ് ബ്ലാസ്റ്റ് ഓഫ് ചെയ്തത്. അതായത് ആ സ്പേസ് ഷിപ്പ് റോക്കറ്റ് ഇങ്ങനെ പറന്ന് പൊന്തുന്നതിനെ പറ്റിയിട്ട് വിവരിക്കുകയാണ് അല്ലേ. ഐ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് സോ ദ എർത്ത് ബിലോ. വെളിയിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ താഴെ ഭൂമി ഞാൻ കാണുകയാണ് അല്ലെ. ഇറ്റ് ലുക്ക് ലൈക്ക് എ ബിഗ് ബ്ലൂ ബോൾ. ഭൂമി എങ്ങനെയാണ്? ഒരു വലിയ ബ്ലൂ നിറത്തിലുള്ള ബോള് പോലെ എനിക്ക് തോന്നി. ഇനി യാത്രയെ പറ്റിയിട്ടുള്ള വിവരണങ്ങളാണ്. ഡ്യൂറിംഗ് ദ ഫ്ലൈറ്റ് ആസ്ട്രോനട്സ് നീഡഡ് ഹെൽപ്പ്. അങ്ങനെ പോയ യാത്രയിൽ അവർക്ക് ഹെൽപ്പ് വേണ്ടി വന്നു അല്ലെ. ഐ ക്വിക്ലി ഗോട്ട് ഇൻ ടു എ സ്മോൾ ക്രാക്ക് ടു ഫിക്സ് ദ ഇഷ്യൂ. ആ സ്മോൾ ക്രാക്കിലേക്ക് അവരുടെ ഹെൽപ്പ് വേണ്ടി വന്നപ്പോൾ അവരുടെ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെറിയ ക്രാക്കിലേക്ക് ഞാനാണ് കയറിയത്. ദേ വർ സോ ഹാപ്പി ആൻഡ് കോൾ മീ എ ഹീറോ. അവർ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് അവരെന്നെ ഒരു ഹീറോ എന്ന് വിളിച്ചു. ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഞാൻ എന്നിൽ തന്നെ ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്നു അല്ലെ. ഇവൻ ദോ ഐ എം സ്മോൾ ഐ ഷോഡ് ദാറ്റ് സൈസ് ഡസൻറ്റ് മാറ്റർ വെൻ യു ബിലീവ് ഇൻ യുവർ സെൽഫ്, അല്ലെങ്കിൽ യുവർ ഹാർഡ് വർക്ക്. അതായത് നമ്മളിൽ തന്നെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ ചെറുതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സൈസ് മാറ്റർ അല്ല എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡയറി ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഡയറി എൻട്രി എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അടിപൊളിയായിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ചാപ്റ്റേഴ്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ഉണ്ട്, നമ്മുടെ വജ്ര ബാച്ചാണ്. അപ്പോൾ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേയധികം ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഷെയർ ആയിട്ട് വരും. ഹാപ്പി ലേണിംഗ്.